വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇതൊരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ രീതിയിൽ ഒന്ന് വഴണ്ടി കിട്ടുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഇത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ട ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം പൊടിച്ചതും അത്ര തന്നെ ചേർത്ത് കൊടുക്കാം, 1 സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും വേണം നമ്മൾ അതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ. മസാലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ചെമ്മീൻ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ വെള്ളം ചേർത്ത് അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചെമ്മീനിലും കുറച്ച് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെമ്മീൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഉടച്ച് നമുക്ക് സവാളയൊക്കെ ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറുകിയ പാല് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2ാം പാലൊന്നും ചേർക്കുന്നില്ല, 1ാം പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണേ. ഇപ്പം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ മാക്സിമം ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാം. ഇനി നമ്മൾ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റുവാണ്. ഒരു ചട്ടിയിൽ വാഴയില വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് ഒരു 10 മിനിറ്റും കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ആവി കയറട്ടെ. ഇപ്പം നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരും. ഈ ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒന്ന് ആവി കയറി വാഴയിലയിൽ വെന്ത് വരുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവാത്ത പോലെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ തേങ്ങാപ്പാലൊക്കെ വെന്ത് കിട്ടുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നീട് വീണ്ടും ഒരിക്കലും ചെമ്മീൻ വേറെ രീതിയിൽ നമുക്ക് കറി വയ്ക്കാൻ തോന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ചെയ്യണേ. താങ്ക്